ഹലോ everyone. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് റിലേ ആണ് നമ്മൾ പഠിക്കാനുള്ളത്. നമുക്ക് കുറേ ടൈപ്പ് ഓഫ് റിലേസ് നമുക്കിതിൽ പഠിക്കാനുണ്ട്. അതിൽ ഏതൊക്കെ റിലേസ് ആണ് നമുക്കുള്ളത് എന്നുള്ളതും നമുക്ക് സിലബസിൽ ആവശ്യമുള്ളത് മാത്രം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ റിലേയിൽ അക്കോർഡിംഗ് ടു അതിൻ്റെ ടൈപ്സിൽ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ആയിട്ട് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ സ്റ്റാറ്റിക് റിലേ, മൈക്രോ പ്രൊസർ ബേസ്ഡ് റിലേ, ന്യൂമറിക് റിലേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 5 വെറൈറ്റീസ് ഓഫ് റിലേസ് ആണ് പഠിക്കാനുള്ളത്. ഓരോന്നിലും തനിച്ചുള്ളതാണ്. ഇപ്പോൾ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ആണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷൻ റിലേ ഉണ്ട്, അട്രാക്റ്റഡ് ആർമേച്ചർ ടൈപ്പ് ഉണ്ട്, പിന്നെ അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ റിലേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കുറച്ചായിട്ട് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഫസ്റ്റ് വൺ ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പ് റിലേയിൽ അതിൽ ആദ്യത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷൻ റിലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിത് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സാധനങ്ങളാണ് അതിലുണ്ടാവുക. ഒരു മാഗ്നറ്റിക് കോർ ഉണ്ടാവും, ഒരു കോയിൽ ഉണ്ടാവും, പിന്നെ ഒരു അട്രാക്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു മെക്കാനിസം ആണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ റിലേയുടെയും ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നോർമൽ ആയിട്ടുള്ള ഒരു പ്രീസെറ്റ് വാല്യൂ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അസ്യൂം ഇറ്റ് ഈസ് ആസ് എ 1 ആംപിയർ ഒരു 1 ആംപിയർ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് ഈ കോയിലിലൂടെ ഒരു ഫിക്സഡ് ഉണ്ടാവും, മൂവിങ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഫോൾട്ടി കണ്ടീഷൻ വരുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1.5 എബോവ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രിപ്പ് എന്നാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കോയിലൂടെ 1 ആംപിയർ, 1.2, 1.25, 1.35 അല്ലെങ്കിൽ 1.4 വരെ പോവുകയാണെങ്കിലും ആ റിലേയിലുള്ള എനർജൈസേഷൻ കാരണം ഈ താഴത്തുള്ള കോയിൽ ഇവിടേക്ക് അട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുകയോ അങ്ങനെയുള്ള ഒരു സംഭവം അത് ചെയ്യില്ല. പക്ഷേ ഈ എബോവ് 1.5 അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂ 1.5 ആണെങ്കിൽ ആ 1.5 മേലെ ഈ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ താഴത്തെ കോണ്ടാക്റ്റിനെ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യുന്ന ഒരു റിലേ നമ്മൾ എന്താണെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് അട്രാക്ഷൻ റിലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് ഞാനിവിടെ സോളിനോയിഡ് കൊണ്ട് റിപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു അയൺ കോറിൽ അല്ലെങ്കിൽ ഒരു അയൺ ഇതിൽ നമുക്കൊരു കോപ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ബൗണ്ട് ചെയ്തിട്ട് ഒരു കോയിൽ ഷേപ്പ് ഉണ്ടാക്കുന്നതിന് നമ്മൾ സോളിനോയിഡ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ ടൈപ്പ് ഉണ്ട് നോക്കി കഴിഞ്ഞാൽ അട്രാക്റ്റഡ് ആർമേച്ചർ ടൈപ്പ്, സോളിനോയിഡ് റിലേ ടൈപ്പ്, ബാലൻസ്ഡ് ബീം ടൈപ്പ്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യം തന്നെയാണ്. കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു, ഒരു പ്രീസെറ്റ് വാല്യൂ വരെ അതൊന്നും ചെയ്യില്ല, അതിന് എബോവ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റഡ്. ഓക്കെ, ഫസ്റ്റ് അട്രാക്റ്റഡ് ആർമേച്ചർ ടൈപ്പ് റിലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തിയറി വായിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഡയഗ്രാം നോക്കാം. അപ്പോൾ ഡയഗ്രാമിൽ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു താഴത്ത് സി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ സി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മാഗ്നറ്റിക് കോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോളിനോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോയിൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കോയിൽ താഴെയുള്ള ഇത് ചിലപ്പോൾ ഫിക്സഡ് ആയിരിക്കും, ഇത് മൂവിങ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിനെ ടു ട്രിപ്പ് സർക്യൂട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ട്രിപ്പ് സർക്യൂട്ടിന്റെ കോണ്ടാക്ട് ഇതിപ്പോൾ നോർമലി ഓപ്പൺ പൊസിഷൻ ആണ് എന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഷോർട്ട് ആകുന്ന സമയത്ത് ഇതിലിപ്പോൾ 1.5 ആണ് നമുക്ക് ഉള്ള ആംസ്. ഇതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ 2 ആംസ് ഇതിൽ കൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കോയിൽ എനർജൈസ് ആവും. ആ കോയിൽ എനർജൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴെ ഉണ്ടാകുന്ന ഈ ഒരു സി എന്ന് പറഞ്ഞുള്ള പാർട്ട് ഈ കോയിലിലേക്ക് അട്രാക്റ്റ് ആവും, മേലോട്ട് അട്രാക്റ്റ് ആവും. അപ്പോൾ മേലോട്ട് അട്രാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ട്രിപ്പ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോണ്ടാക്ട് ഇവിടെയുള്ള ട്രിപ്പ് സർക്യൂട്ടിലേക്ക് തട്ടും. അപ്പോൾ ഇവിടെ എന്താ, ഇത് ക്ലോസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിലേന് അറിയാം എന്തൊരു ഫോൾട്ട് സംഭവിച്ചിരിക്കുന്നു, ഓപ്പൺ ചെയ്യണം എന്ന്, നമുക്ക് സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നു. സോ ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പ്രീസെറ്റ് ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ നമ്മൾ വോൾട്ടേജ് എന്താണോ നമ്മൾ പ്രീസെറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന വാല്യൂ അതിനേക്കാൾ എക്സീഡ് ചെയ്ത് പോകുമ്പോൾ ഈ കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കാരണം താഴത്തുള്ള ഈ ഭാഗം മേലോട്ട് അട്രാക്റ്റ് ആകുന്നു. അങ്ങനെ മേലോട്ട് അട്രാക്റ്റ് ആകുമ്പോൾ ഈ ഒരു കോണ്ടാക്ട് എന്ന് പറയുന്നത് ട്രിപ്പ് സർക്യൂട്ടിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ ട്രിപ്പ് സർക്യൂട്ടിന്റെ സർക്യൂട്ട് ക്ലോസ്ഡ് ആവുന്നു. സർക്യൂട്ട് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് സർക്യൂട്ടാണോ അല്ലെങ്കിൽ എന്ത് സർക്യൂട്ട് ബ്രേക്കർ ആണോ കൊടുത്ത് ആ സാധനം ഓപ്പൺ ആവുന്നു. ഓക്കെ, ഇവിടെ റിലേ മാത്രമാണ്. റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ സെൻസ് ചെയ്ത് പുറത്തേക്ക് അയക്കാൻ മാത്രമേ ഉള്ളൂ. സർക്യൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഓഫ് ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഓക്കെ, അതാണ് നമുക്കിവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു ലാമിനേറ്റഡ് ഇലക്ട്രോ മാഗ്നറ്റ് എമ്മും കറന്റ് ക്യാരിങ് കോയിൽ സി,
ആൻഡ് പിവോട്ടഡ് ലാമിനേറ്റഡ് ആർമേച്ചർ ആണ് നമുക്കിവിടെ ഉള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ സർക്യൂട്ടിൽ ഡയഗ്രാമിൽ അതൊക്കെ കണ്ടു. പിന്നെ സാധാരണ സമയത്ത് പ്രീസെറ്റ് ആയിട്ടുള്ള വാല്യൂയുടെ സമയത്ത് ആർമേച്ചർ ഈസ് ബാലൻസ്ഡ് ബൈ ദി കൗണ്ടർ വെയിറ്റ് ആൻഡ് ക്യാരീസ് എ പെയർ ഓഫ് സ്പ്രിംഗ് കോണ്ടാക്ട് ഫിഗർ അറ്റ് ഫ്രീ എൻഡ്. അപ്പോൾ ഫ്രീ എൻഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് അട്രാക്റ്റ് ആകാത്ത രീതിയിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പ്രീസെറ്റ് വാല്യൂല്. ആ വാല്യൂവിന് എബോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുക, ഈ താഴത്തുള്ള ഭാഗം മേലോട്ട് അട്രാക്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് സർക്യൂട്ട് ക്ലോസ് ആയും സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവുകയും ചെയ്യുന്നത്. ഓക്കെ, റിലേ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി സെൻസ് ദ വാല്യൂ ആൻഡ് സെൻഡ്. അതിനാണ് റിലേ ചെയ്യുക. സർക്യൂട്ട് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഡയഗ്രാം. രണ്ടാമത് സോളിനോഡ് ടൈപ്പ് ഓഫ് റിലേ. ഓക്കെ, അതിപ്പുറത്തുണ്ട്. അപ്പോൾ ഈ സോളിനോഡ് ടൈപ്പ് ഓഫ് റിലേയിലും അതേപോലെ തന്നെയാണ് നമുക്കിവിടെ ഒരു കോയിൽ ഉണ്ട്. ഓക്കെ, കോയിൽ സി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അയൺ പ്ലഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അയൺ പ്ലഞ്ചർ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ടുള്ള വാല്യൂ സമയത്ത് ഈ കോയിൽ സാധാരണ രീതിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഈ അയൺ പ്ലഞ്ചർ അയൺ പ്ലഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ ഒരു കോയിലിൻ്റെ അടുത്ത് ഒരു അയൺ ടൈപ്പ് ആയിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ടാവും, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രീസെറ്റിന്റെ വാല്യൂവിനേക്കാൾ വാല്യൂ കൂടുതൽ പോവുകയാണെങ്കിൽ കോയിൽ എനർജൈസ് ആവുന്നു. ഓക്കെ, കോയിൽ എനർജൈസ് ആവുന്നു. കോയുന്ന സമയത്ത് ഈ സാധനം മേലോട്ട് നീങ്ങുന്നു. ഓക്കെ, അയൺ പ്ലഞ്ചർ മേലോട്ട് നീങ്ങുന്നു. അപ്പോൾ ഇവിടുത്തെ കോണ്ടാക്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ഇവിടെ അതുണ്ടാവും. അപ്പോൾ ഇതിവിടെ ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ റിലേ സെൻസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റിലേയുടെ ഔട്ട് ആർഡിയിൽ കൊടുത്തിട്ടുണ്ടാവും, സർക്യൂട്ട് ബ്രേക്കറിൽ കൊടുത്തിട്ടുണ്ടാവും. സർക്യൂട്ട് ബ്രേക്കർ സർക്യൂട്ട് ഓപ്പൺ ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ പ്രീസെറ്റ് വാല്യൂലും ഈ ട്രിപ്പ് സർക്യൂട്ട് എനർജൈസ് ആവില്ല, മിണ്ടാതെ നിന്ന് നിൽക്കും. ആ പ്രീസെറ്റ് വാല്യൂവിന് എബോവ് പോകുമ്പോൾ മാത്രമേ ആ റിലേ സർക്യൂട്ട് ബ്രേക്കറിനെ ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. അതന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. കൺസിസ്റ്റ് ഓഫ് എ സോളിനോയിഡ് മൂവ് അയൺ പ്ലഞ്ചർ അറേൻഡ് ഷോൺ ഇൻ ഫിഗർ. നോർമൽ കണ്ടീഷനിൽ താഴെ തന്നെ നിൽക്കുന്നു, അത് അട്രാക്ട് ചെയ്ത് പതുക്കെ നിർത്തുന്നു. ഫോൾട്ടി കണ്ടീഷനിൽ മേലോട്ട് അട്രാക്ട് ചെയ്യുന്നു, എന്നിട്ട് സർക്യൂട്ടിനെ ഡിസ്കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡിസ്കണക്ട് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കറും അതിലുള്ള സിഗ്നൽ കൊടുക്കുന്നത് മാത്രമാണ് റിലേ എന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ബാലൻസ്ഡ് ബീം റിലേ. ഓക്കെ, ബാലൻസ്ഡ് ബീം റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിക്സഡ് കോയിൽ കാണാം, നമുക്കിവിടെ ഒരു അയൺ ആർമേച്ചർ കാണാം. ഇതാണ് വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന കൗണ്ടർ വെയിറ്റ്, അല്ലെങ്കിൽ ഇത് നോർമൽ കണ്ടീഷനിൽ നിൽക്കുന്നത്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഇപ്പോൾ 1 ആംപിയർ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിട്ടുള്ള ഒരു സ്പ്രിംഗ് ബാലൻസിലുള്ള വെയിറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. നമുക്ക് ഫോൾട്ടി കണ്ടീഷനിൽ നടക്കുന്ന സമയത്ത് ഈ ഇവിടെയുള്ള ഈ നമുക്ക് ഈ ഒരു സാധനം താഴുക ആണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നമ്മൾ പ്രീസെറ്റ് വാല്യൂവിനേക്കാൾ അട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ആ സാധനം താഴത്തേക്ക് വരുമ്പോൾ ഇതിനേക്കാൾ വെയിറ്റ് കൂടും. സോ ആ വെയിറ്റ് കൂടുന്നത് കാരണം കൊണ്ട് ഇവിടുത്തെ കോണ്ടാക്ട് ട്രിപ്പ് സർക്യൂട്ടിൽ തട്ടുകയോ എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ ഇവിടെയാണ് അതിൻ്റെ താഴത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, പ്രീസെറ്റ് വാല്യൂവിനെ എബോവ് കറണ്ട് വാല്യൂ പോയി കഴിഞ്ഞാൽ ഈ സോളിനോട് താഴും. ഇത് താഴുമ്പോൾ ടോട്ടലായിട്ട് ഈ ഒരു ബീം താഴും. അപ്പോൾ ഇവിടെ താഴെ വെച്ചിരിക്കുന്ന ഈ ഒരു പാർട്ടിൽ തട്ടിയെന്ന് വിചാരിക്കാം, ട്രിപ്പ് സർക്യൂട്ട് തട്ടിയെന്ന് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ക്ലോസ് ആവും. സർക്യൂട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ റിലേ എന്ത് ചെയ്യും, സർക്യൂട്ട് ബ്രേക്കറിനെ എനർജൈസ് ചെയ്യും. സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും, സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യും. ഓക്കെ, ഈ ട്രിപ്പ് സർക്യൂട്ട് കറണ്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാൾട്ട് നടക്കുന്നുണ്ട് എന്നുള്ള സിഗ്നൽ കൊടുക്കണം. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ക്ലോസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സർക്യൂട്ട് ബ്രേക്കറിനെ എനേബിൾ ചെയ്യും. സർക്യൂട്ട് ബ്രേക്കർ ആ കേടുവന്ന സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയും നേരം ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ റിലേയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ.